അസ്സലാമു അലൈക്കും. ഇത് സനുവിനുള്ളതാണ്. സനുവേ, ഒരു പെണ്ണുമാണ് സ്നേഹിക്കുന്നത്. ആണിന് കഴിവുണ്ടെങ്കിൽ മാത്രം ഒരു പെണ്ണിനെ സ്നേഹിക്കണം. അല്ലാതെ നാട്ടുകാരെ കാശ് മേടിച്ച് വെച്ചിട്ട് കല്യാണം കഴിക്കാൻ നടക്കുന്ന അനൂപേട്ടനും കൂടെ ഞാൻ ചോദിക്കുക, അധ്വാനിച്ച് വേണം ഒരു പെണ്ണിനെ കെട്ടാൻ. അല്ലാതെ നാട്ടുകാർ കൊടുക്കുന്ന പിച്ചക്കാശിന് താലി മേടിച്ച് കെട്ടിയാലേ ആ ചരട് ചിലപ്പോൾ മുറുകിപ്പോകും. കേട്ടോ ചേട്ടാ? നാണമില്ലേ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇത് അവളെ കൊണ്ട് ചെയ്യിക്കുമോ? ലൈവിനകത്ത് വന്നിരുന്ന് കരഞ്ഞ് കാശ് GPay നമ്പർ കൊടുത്ത് ഇനിയിപ്പോൾ ഓരോരുത്തർ ഇട്ട് കൊടുക്കും. താലിയും സാരിയൊക്കെ മേടിക്കണ്ടേ? അയ്യേ, നിനക്ക് നാണമില്ലേ സനു? മോൾക്കിപ്പോൾ 16 വയസ്സായി. 2 വർഷം കൂടെ കഴിഞ്ഞാൽ അതിനെ കല്യാണം കഴിച്ച് അതിനൊരു കുഞ്ഞാവുമ്പോഴത്തേക്ക് നീ അമ്മുമ്മത്തള്ളയാവേണ്ട പ്രായമായി. അല്ലെങ്കിൽ മോൾക്ക് വേണ്ടി നീ ആളുകളെ മുമ്പിൽ കൈ നീട്ടാൻ എന്തായിരുന്നു? അതിന് നിനക്കൊരു അന്തസ്സായിരുന്നു. നിൻ്റെ കല്യാണത്തിന് നീ വന്നിരുന്ന് കരയുന്നു നാട്ടുകാരെ മുമ്പിൽ. നാണമില്ലേ സ്ത്രീയെ? അയ്യേ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യില്ലായിരുന്നു. ഒരു വീട്ടിനോ ഒരു കുമരി കുഞ്ഞിനെ കെട്ടിക്കാനോ ആണ് വന്നിരുന്ന് കരഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ ഈ മുതുക്കിയെ കെട്ടിക്കാൻ മുതുക്കിയുടെ കല്യാണം നടത്താൻ വേണ്ടി വന്നിരുന്ന് ആളുകളെ മുമ്പിൽ കൈ നീട്ടുന്നു GPay നമ്പർ കൊടുത്തിട്ട്. അതിന് കുറച്ച് കമൻ്റ് ഇടുന്ന നാറികൾ അവളെ കണക്കുള്ള. അയ്യേ, കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങിക്കൂടെ സ്ത്രീയെ? നിങ്ങൾ പ്രായം ചെന്ന് വരുമല്ലേ? അല്ലാതെ നിങ്ങൾ കീപ്പോട്ട് പോകുമല്ലോ. ചെറുപ്പക്കാരിയല്ലല്ലോ. ഒരു 10-20 വയസ്സുള്ള ഒരു കുഞ്ഞായിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. അയാൾക്ക് നാണമില്ലേ? അയാൾക്ക് ആളുകളുടെ മുമ്പിൽ ചെന്ന് നിന്ന് നോക്കാൻ പറ്റത്തില്ല. നാട്ടുകാർ കൊടുക്കുന്ന പൈസയ്ക്ക് ആട്ടോ എടുക്കൽ, വീട് മലന്ന് കിടക്കാൻ ഒരു വീട്, പിന്നെ പെണ്ണും പിള്ളയെ സഹായിക്കാൻ താലി മേടിക്കാനും സാരി മേടിക്കാനും കുറച്ച് ആൾക്കാർ. നീ താലി കെട്ടുന്ന സമയത്ത് ഇവളെ സഹായിച്ചവരവിടെ ഉണ്ടെങ്കിൽ അവർ മനസ്സുകൊണ്ട് പറയും, ഇവന് നാണമില്ലല്ലോ വന്നിരുന്ന് നെളിഞ്ഞിരുന്ന് താലി കെട്ടാൻ, ഞങ്ങൾ മേടിച്ചു കൊടുത്ത സാധനങ്ങൾ എന്ന് പറയും. നാണമുണ്ടോ അനൂപേട്ടാ? അധ്വാനിച്ച് വേണം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ, അല്ലാതെ നാട്ടുകാരെ ചിലവിലല്ല. അന്നേരം മനസ്സിലായിക്കോണം അവളെയും കായി കഴുപ്പ് കെട്ടവനാ നീയെന്ന്. അല്ലെങ്കിലും അത് കണ്ട് ലോഡ്ജിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് തോർത്ത് കൊടുത്തുകൊണ്ട് വന്നപ്പോഴേ മനസ്സിലായി. പിന്നെ അവളെ പുറക്കെ നടക്കുന്നത് കണ്ടപ്പോഴും മനസ്സിലായി നീ വെറും ഊച്ചാളിയാന്ന്. എന്തായാലും സനു തന്നെ വന്നിരുന്ന് സനുവിൻ്റെ വില കളയുക ലൈവിനകത്ത്. നാണമില്ലേ സ്ത്രീയെ? നാണവും വേണം, മാനവും വേണം ഇത്തിരിയൊക്കെ. ആ കുഞ്ഞിത് കണ്ടും കൊണ്ടിരിക്കുമല്ലേ? നാണമില്ലാത്ത പരമനാറി.